നുണക്കുഴി ബേസിൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ വരുന്ന ഏറ്റവും പുതിയ ചിത്രമാണ്. അതിൻ്റെ ഇപ്പോൾ ഒരു ട്രെയിലർ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. നമുക്ക് ആദ്യം അത് കാണാം. ഇതിൻ്റെ ടീസർ വന്നപ്പോഴും ഈ ഒരു സീക്വൻസ് ഇട്ടിട്ടുണ്ട്. ഗ്രേസ് ആന്റണി, സൈജു കുറുപ്പ്. ഇന്ന് എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു സിനിമാക്കാർ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ കൊട്ടേഷൻ കുറേ കഥകൾ ചേർന്നാണ്. ഈ റൂം ലോക്കഡാണ്. ബോഡി ഇതിനകത്തുണ്ട്. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 3 മാസമേ ഉള്ളൂ. എന്റെ ഭാര്യ 3 മാസം പ്രഗ്നന്റായി. ഇതൊക്കെ നാട്ടുകാരൊക്കെ നാണക്കേടായി അവളെ കള്ളത്തരം കാണിക്കാനും പറയാനും നല്ല എടുക്കാമല്ലോ. ഞാൻ പലതും പറയും. നീ ആരാ ചോദിക്കാൻ? ഇതാരാ? ഹസ്ബൻഡാ. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ അയാളുടെ വൈഫ്. ലക്ഷ്മിയുടെ ഭർത്താവ്. തുങ്കസാറിന്റെ പുതിയ ഡ്രൈവറാ. അല്ല ഒഴിയന. കള്ളവാസം. നീ ആരുടെ മോനെ എന്തോടാ? ഞങ്ങൾ പോലീസുകാർക്ക് കള്ളം പറയാൻ നോക്കുന്ന ജിത്തു ജോസഫ്. ആരാടോ ഈ ഉമ്മാരൊക്കെ? ആര്? റിച്ചു മോനോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ല സാറേ ഇവർക്ക് വട്ടാണ്. ജിത്തു ജോസഫിൻ്റെ ഒരു എന്താ പറയുക, ജിത്തു ജോസഫിൻ്റെ മൈ ബോസ് ആണെന്ന് തോന്നുന്നു ലാസ്റ്റ് ഒരു മിസ്റ്റർ ആൻഡ് മിസ്സസ് റൗഡി. അതൊരു ഒരു കോമഡി പ്ലസ് ത്രില്ലർ എന്ന് പറയാൻ പറ്റുന്നത്. ബാക്കിയെല്ലാം പുള്ളി സസ്പെൻസിൻ്റെ ആളാണല്ലോ. പക്ഷെ എനിക്ക് ആക്ച്വലി നമ്മുടെ ജിത്തു ജോസഫിൻ്റെ കോമഡി പടങ്ങളാണ് ഇഷ്ടം. മൈ ബോസ് ആയിക്കോട്ടെ, മമ്മി ആൻഡ് മീ, അങ്ങനത്തെ അദ്ദേഹത്തിൻ്റെ കോമഡി സിനിമകൾക്കൊരു രസമുണ്ട് കണ്ടുപിടിക്കാൻ. ആ ഒരു പാറ്റേൺ എനിക്കൊന്ന് കുറച്ച് നാൾക്ക് ശേഷമാണ് വരുന്നത്. അത് നമ്മുടെ ബേസിലിനെ അറിയാലോ. ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു കറണ്ട് ഇതിലെ ജനപ്രിയ നായകനാണ്. ഗുരുവായൂർ അമ്പലനടയിലിന് ശേഷം അദ്ദേഹം നായകനാകുന്ന പടമാണ്. അങ്ങനത്തെ ഒരു ടിപ്പിക്കൽ കോമഡി. പിന്നെ അതിനകത്ത് കുറച്ച് ത്രില്ലും അങ്ങനെ ട്വിസ്റ്റും ടേണും ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ഇത് കോമഡി പടമാണ്, പക്ഷേ ഒരുപാട് ഫൺ എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. അങ്ങനത്തെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈനറാണ് അവർ ഒരുക്കിയിരിക്കുന്നതാണ് ട്രെയിലർ കാണുമ്പോൾ തോന്നുന്നത്. എനിക്കൊന്ന് ഇങ്ങനത്തെ ഈ ടൈപ്പ് സിനിമകൾ ഒരുപാട് നമ്മുടെ തമിഴിൽ ഒരുപാട് ഇങ്ങനത്തെ സിനിമകളൊക്കെ വരാറുണ്ട്. ഇങ്ങനത്തെ ഒരു മിസ്റ്ററി, കുറേ കാര്യങ്ങൾ ഒരുമിച്ച് നടക്കുന്നു, അതിനെല്ലാം കൂടെ ക്ലബ് ചെയ്ത് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മേക്കിങ്ങും അങ്ങനത്തെ ഒരു രീതിയിലുള്ളൊരു പടമായിരിക്കും ഇത്. ജിത്തു ജോസഫ് ആയതുകൊണ്ട് നമുക്ക് സസ്പെൻസ് വേണമെന്ന് നമുക്ക് എപ്പോഴും ഇത് വെക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു പടമായിരിക്കത്തില്ല. ഔട്ട് ആൻഡ് ഔട്ട് ഒരു എൻ്റർടൈനർ ആയിരിക്കും. ആക്ച്വലി ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ഒരു ജിത്തു ജോസഫിൻ്റെ വകയായിട്ടൊരു ഇങ്ങനത്തെ ഒരു കോമഡി പടം വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എനിക്കൊന്നും അങ്ങനത്തെ ഒരു സാധനം തന്നെയാണ് ഈ വന്നിരിക്കുന്നത്. ട്രെയിലറിനകത്ത് അങ്ങനെ കംപ്ലീറ്റ്ലി കുറേ മെസ്റ്റപ്പായിട്ടുള്ള കാര്യങ്ങളും ഒരു നുണ അല്ലെങ്കിൽ ഒരുപാട് നുണകളെ വെച്ചിട്ട് ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ 1 by 1 വരുന്നു, അത് സോൾവ് ചെയ്യുന്നു, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സാധനമാണ്. അതേതായാലും വർക്കൗട്ട് ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഒരു പടം തിയേറ്ററിൽ എന്താവും നമുക്ക് കാത്തിരിക്കാം. നിങ്ങളൊരു ഈ ഒരു ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.